നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരമായി മർദ്ദിച്ചെന്ന് കുട്ടിയുടെ മൊഴി. അയൽവാസി മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറി. രണ്ടാനച്ഛനായ ഷൗക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. JJ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വിധി നിർണയിക്കുക 85,587 കന്നി വോട്ടർമാർ. മഞ്ചേശ്വരത്താണ് ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. യേശുദേവന്റെ പീഠാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ നന്മയ്ക്കായി സ്വയം ബലിയായ ക്രിസ്തുദേവന്റെ കുരിശിലേറ്റലിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. വസ്തുനികുതി പിരിവിൽ ചരിത്ര നേട്ടവുമായി കാസർഗോഡ് നഗരസഭ. ഈ സാമ്പത്തിക വർഷം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. നൂർബിന റഷീദിന്റെ പ്രസ്താവന പാർട്ടി അച്ചടക്ക വിരുദ്ധമെന്ന PMA സലാം. ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയക്കും. മാധ്യമങ്ങളോട് വിശദീകരിച്ചതിന് പാർട്ടി മറുപടി പറയേണ്ടതില്ലെന്നും PMA സലാം പറഞ്ഞു. ചെമ്മട്ടം വയലിൽ റോഡ് പണി നടക്കുന്നിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. അനാസ്ഥ കാരണം കൊടും വേനലിൽ വെള്ളമില്ലാതെ ദുരിതത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ്. കാഞ്ഞങ്ങാട് ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനും ആണ്ട് മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരമായി മർദ്ദിച്ചെന്ന കുട്ടിയുടെ മൊഴി. അയൽവാസി മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറി. രണ്ടാനച്ഛനായ ഷൗക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. JJ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ കണ്ണില്ലാത്ത ക്രൂരതയുണ്ടായത്. ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ കുട്ടിയാണ് മർദ്ദനത്തിനിരയായത്. മാർച്ച് 31-നും ഏപ്രിൽ 1-നുമാണ് സംഭവമെന്ന് പറയുന്നു. അയൽവാസി കുട്ടിയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യം പകർത്തി പോലീസിന് അയച്ചു നൽകുകയായിരുന്നു. പിന്നീട് കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ പോലീസ് രണ്ടാനച്ഛൻ ഷൗക്കത്ത് അലിയെ വിളിച്ചു വരുത്തുകയും കേസെടുക്കുകയും ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് രണ്ടാനച്ഛനെതിരെ പോലീസ് കേസെടുത്തത്. 4 മാസം മുൻപാണ് കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികളുടെ 3 കുട്ടികളുടെ സംരക്ഷണ ചുമതല മാതാവിനെ ഏൽപ്പിച്ചത്. 3 മാസത്തോളമായി കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതിന് കുഞ്ഞിനെ ദ്രോഹിക്കുന്നിട്ട് അയൽവാസികൾ വിളിച്ചിട്ട് പറഞ്ഞത് സംഭവം പറഞ്ഞാൽ 3 മാസത്തോളമായി പീഡനത്തിന് ഇതായിട്ടുള്ളത്. ഞാൻ കർണാടകയിലെ വണ്ടിയിൽ ഓടിക്കൊണ്ടുള്ളത്. കുട്ടികളെ ഇങ്ങനെ മർദ്ദിക്കുന്നു പറഞ്ഞ് നാട്ടുകാർ എന്നെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തു. കോണ്ടാക്റ്റ് കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ടാകുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങി അവരെല്ലാം അയൽവാസികളെല്ലാം കുട്ടികളെ ജീവൻ വേണമെന്നുണ്ട്, നീ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെ സ്റ്റേഷൻ മുഖേനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം സ്ഥിരമായിട്ട് തല്ലും. സ്ഥിരമായിട്ടില്ലെങ്കിൽ മുമ്പ് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് തല്ലും. അവൾക്കൊരു ദേഷ്യം വരുന്നു. ആ ദേഷ്യം വരുമ്പോൾ കുട്ടികളോടാണ് ആ തീർക്കുന്നത്. അത് നല്ലോണമുണ്ട്. അതുകൊണ്ട് ഞാൻ അയാളെ ഒഴിവാക്കാൻ കാരണം പിന്നെ പറഞ്ഞ പോലെ ഒന്നും കേൾക്കില്ല. ഭാര്യയ്ക്ക് തോന്നിയാസം ജാസ്തി. ആണുങ്ങളായിട്ട് ഇടപാടുകൾ അത് ഇതെല്ലാം കുറച്ച് ഓവറാണ്. പറയുമ്പോൾ പറയും ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ പഠിച്ചതാണ്, ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറേ ബുദ്ധിമുട്ടാക്കിയായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം അവരുടെ ഫാമിലീൻ്റെ അടുത്തെല്ലാം പറഞ്ഞു ഞാൻ ഇവളെ ഒഴിവാക്കുന്നത്, ഞങ്ങൾക്ക് ശരിയാവില്ല, ഇവളെ നല്ലതാണെന്നില്ല നേരാന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും ആവാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി അവളെ. മർദ്ദനം കേട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നാട്ടുകാർക്ക് എന്നെ കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. 3 മാസത്തോളമായി കുട്ടിയെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന അയൽവാസികൾ. പിന്നെ എന്നെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ നാട്ടിലെല്ലാം വന്നിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കിട്ടിയതിന് ശേഷമാണ് അവരെന്നെ കോൾ വിളിച്ചിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ച് സ്റ്റേഷൻ മുഖേന ഞാൻ കംപ്ലയിൻറ്റും കൊടുത്തു. പിന്നെ അയൽവാസികളെല്ലാം വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കുട്ടികളെ വിദ്യാനഗർ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കൊടുന്നു. പിന്നെ കുട്ടികളെ എൻ്റെ കൂടെ വരുന്നു പറഞ്ഞു കുട്ടികളെ എൻ്റെ കൂടെ അയച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നല്ലോണം മർദ്ദിച്ചിട്ടുണ്ട് കുട്ടീനെ.
കുട്ടിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. ഇപ്പോൾ കാൽക്ക് നെഞ്ചിനെല്ലാം വേദന ഉണ്ട്, അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നല്ലോണം ഭീഷണിയും ഉണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയുണ്ട്. ഈ സൗക്കത്തിൽ എന്ന് പറയുന്ന ആൾ വലിയ ക്രിമിനലാണ്, ഗൗണ്ടാ ലിസ്റ്റിലെല്ലാം ഉണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം പേടിയും ഉണ്ട് കുട്ടികളെ ചൊല്ലിയിട്ട്. കുട്ടികളൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു പേടിയും ഉണ്ട്. പരാതിയെ തുടർന്ന് കുട്ടിയിൽ നിന്നും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിൽ വെച്ച് പോലീസ് വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് രണ്ടാനച്ഛൻ ഷൗക്കത്തലിക്കെതിരെ കേസെടുത്തത്. തുടർന്ന് പോലീസ് 5 വയസ്സുകാരൻ്റെയും ഒപ്പം 11 വയസ്സുകാരൻ്റെയും താൽക്കാലിക സംരക്ഷണ ചുമതല പിതാവിനെ ഏൽപ്പിച്ചു. 8 വയസ്സുള്ള പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതലയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക. മർദ്ദനത്തിനിരയായ 5 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനയും നടത്തി. 3 മാസം മുൻപാണ് 3 മക്കളുടെ മാതാവായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഷൗക്കത്തലിക്കൊപ്പം താമസം തുടങ്ങിയത്. സംഭവത്തിൽ മാതാവ് കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വിധി നിർണയിക്കുക 85,587 കന്നി വോട്ടർമാർ. മഞ്ചേശ്വരത്താണ് ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിലെ വർധന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ ഒരേ സമയം പ്രതീക്ഷയോടെയും ആശങ്കയോടെയുമാണ് വോട്ടർമാരുടെ വർധനവിനെ കാണുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി 85,587 പുതിയ വോട്ടർമാരുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 18 വയസ്സ് പൂർത്തിയായവരുടെ കണക്കാണിത്. നിലവിലുള്ള വോട്ടർമാരുടെ രാഷ്ട്രീയ സ്വഭാവവും വോട്ടിംഗ് രീതിയും മുന്നണികൾക്ക് ഏറെക്കുറെ ധാരണയുണ്ടെങ്കിലും പുതിയ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ആരെ തുണയ്ക്കുമെന്നത് ഫലം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇതാണ് പുതിയ വോട്ടർമാർ വിജയസാധ്യതാ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്ന് മുന്നണികൾ ഭയപ്പെടുവാൻ കാരണം. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നതും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം UDF വിജയിച്ചതുമായ മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത്. 21,527 പേരാണ് മഞ്ചേശ്വരത്തെ കന്നി വോട്ടർമാർ. കാസർഗോഡ് മണ്ഡലമാണ് തൊട്ട് പിന്നിൽ. 21,158 കന്നി വോട്ടർമാരാണ് ഇവിടെയുള്ളത്. മഞ്ചേശ്വരത്ത് ആകെ വോട്ടിന്റെ 10% പുതിയ വോട്ടർമാരാണെങ്കിൽ കാസർഗോട്ട് 10%-ലേറെയുണ്ട്. UDF പ്രതീക്ഷ വയ്ക്കുന്ന ഉദുമയിൽ 18,180 പുതിയ വോട്ടർമാരുണ്ട്. കാഞ്ഞങ്ങാട്ട് 13,273, തൃക്കരിപ്പൂരിൽ 11,449 എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാരുടെ കണക്ക്. മഞ്ചേശ്വരത്തും കാസർഗോട്ടും മുതുമയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയികൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് പുതിയ വോട്ടർമാർ. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് കന്നി വോട്ടർമാരുടെ എണ്ണം. കഴിഞ്ഞ തവണ 845 വോട്ടുകളായിരുന്നു AKM അഷ്റഫിന്റെ ഭൂരിപക്ഷം. അതുപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നെല്ലിക്കുന്ന് നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം പുതിയ വോട്ടർമാർ വർദ്ധിച്ചു. ഉദുമയിലും നല്ല വർധനവുണ്ട്. കഴിഞ്ഞ തവണ CPM-ലെ CH കുഞ്ഞമ്പു 13,322 വോട്ടുകൾക്ക് വിജയിച്ച ഉദുമയിൽ 18,180 വോട്ടർമാരാണ് ഇക്കുറി ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വർധന 3 മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ആരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുമെന്നറിയാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യേശുദേവന്റെ പീഠാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ നന്മയ്ക്കായി സ്വയം ബലിയായ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽത്ത മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായ കുരിശിന്റെ വഴി നടന്നു. ക്രിസ്തു സഹിച്ച പീഡനാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിൻ്റെ പീഡനാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി കുരിശുമെടുത്ത് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തു. കയ്പുനീർ കുടിച്ചും ഉപവാസമനുഷ്ഠിച്ചും 100 കണക്കിന് വിശ്വാസികൾ പള്ളികളിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. പീഡാസഹന ചരിത്ര ഓർമ്മയിൽ കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ നഗരി കാണിക്കലും കുരിശാരാധനയും കുരിശ് ചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണവും നടന്നു. കാസർഗോഡ് കോട്ടക്കണി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു.
പോയി നിൽക്കാൻ തൻ്റെ രക്തം വീണു നാം നിർമ്മലരാകും. തൻ്റെ രക്തം വീണു നാം നിർമ്മലരാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വസ്തുനികുതി പിരിവിൽ ചരിത്ര നേട്ടവുമായി കാസർഗോഡ് നഗരസഭ. ഈ സാമ്പത്തിക വർഷം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. മാർച്ച് 31 അവസാനിച്ച 2025-26 അക്കൗണ്ടിംഗ് വർഷത്തിൽ വസ്തു നികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചു. കേരളത്തിലെ ആകെയുള്ള 87 മുനിസിപ്പാലിറ്റിയും 6 സിറ്റി കോർപ്പറേഷനുകളും ചേർന്ന 93 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തു നികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് ജില്ലയിൽ 1-ാം സ്ഥാനവും മൊത്തം കേരളത്തിൽ 5-ാം സ്ഥാനവും ലഭിച്ചു. 3 മാസം മുൻപ് ഭരണമേറ്റെടുത്ത ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെയും വൈസ് ചെയർമാൻ KM ഹനീഫിന്റെയും നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി നഗരസഭയിലെ റവന്യൂ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചത്. ഏകദേശം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. KM ഹനീഫിന്റെ നേതൃത്വത്തിൽ പള്ളിക്കാൽ വാർഡ്, നൈമുന്നിസയുടെ നേതൃത്വത്തിൽ ഖാസി ലൈൻ വാർഡ്, സക്കീന മൊയ്തീന്റെ നേതൃത്വത്തിൽ ഹൊന്നമൂല വാർഡ് എന്നീ 3 വാർഡുകൾ 100% നികുതി പിരിവ് നടത്തി റെക്കോർഡ് നേട്ടം കൈവരിച്ചു. മുനിസിപ്പാലിറ്റിയിൽ 1-ാമതായി 100% നികുതി പിരിവ് പൂർത്തിയാക്കിയതിനുള്ള പ്രത്യേക പദ്ധതിയും അംഗീകാരവും KM ഹനീഫിന്റെ നേതൃത്വത്തിലുള്ള പള്ളിക്കാൽ വാർഡിന് ലഭിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലും KM ഹനീഫിന്റെ നേതൃത്വത്തിൽ ഖാസി ലൈൻ വാർഡ് 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ചിരുന്നു. ഇതുകൂടാതെ ഈ വർഷം 10 വാർഡുകൾ 90%-മോ അതിൽ കൂടുതലോ വസ്തുനികുതി പിരിക്കുകയുണ്ടായി. ഈ ചരിത്ര നേട്ടത്തിന് വിവിധ മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കാസർഗോഡ് നഗരസഭയെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നൂർബീന റഷീദിന്റെ പ്രസ്താവന പാർട്ടി അച്ചടക്ക വിരുദ്ധമെന്ന് PMA സലാം. ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയക്കും. മാധ്യമങ്ങളോട് വിശദീകരിച്ചതിന് പാർട്ടി മറുപടി പറയേണ്ടതില്ലെന്നും PMA സലാം പറഞ്ഞു. പേരാമ്പ്രയിൽ BJPയെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ CPM വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്നും PMA സലാം കാസർഗോഡ് പറഞ്ഞു. അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, അവരെ പദവികൾ ഒഴിഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനാർത്ഥികളെയാണ് അവർ കാരണമായിട്ട് പറയുന്നത്. അത് ഇത്തരം പാർട്ടി തീരുമാനങ്ങളിലും നിലപാടുകളിലും പരസ്യമായി പ്രതികരണം ഇതുപോലെ നടത്തുന്നത് അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് ആ അച്ചടക്ക ലംഘനത്തിന് നടപടി എടുക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് അവർക്ക് വിശദീകരണം നോട്ടീസ് അയക്കാൻ ദേശീയ കമ്മിറ്റി തീരുമാനിച്ചതായി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ന് പാർട്ടി തീരുമാനിക്കും. അവര് പറയുന്നതിൽ കഴമ്പുണ്ടോ? അതായത് ഞങ്ങളെ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനമാണ് എല്ലാ പാർട്ടിക്കാരുടെയും നിലപാട്. 10-25 ലക്ഷം മെമ്പർഷിപ്പുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയല്ലേ ഇത്. ഈ ഒരാളല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ അതുകൊണ്ട് അതുമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. നൂർബിന തെറ്റുകൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ലെങ്കിൽ വിശദീകരണ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. നേരത്തെയും പല തവണ പ്രത്യേകിച്ച് മുനീർ സാഹിബിനോട് അനീതി കാണിച്ചു എന്നാണ്. അല്ല, അതൊക്കെ ഈ പറഞ്ഞതിൽ അതൊക്കെ പെട്ടു.
എന്തൊക്കെ അവർ പറഞ്ഞോ അതിനൊക്കെ വിശദീകരണം ആവശ്യപ്പെടും. അതിൻ്റെ വിശദീകരണ രീതി അനുസരിച്ച് പാർട്ടി നിലപാട് സ്വീകരിക്കും. നിർണയത്തിലെ പരസ്യമായ അതിർത്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം നൂർബിന റഷീദിനോട് സംസാരിച്ചിരുന്നു. ആ പ്രശ്നം അല്ലെങ്കിൽ ആ അതിർത്തി പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിരുന്നു. അല്ല, അവര് ഞങ്ങളോട് അതിർത്തി പറഞ്ഞാലല്ലേ ഞങ്ങൾ സംസാരിക്കുക. അവര് മാധ്യമങ്ങളോട് അതിർത്തി പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അതിന് പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പാർട്ടിയുടെ പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അതിനനുസരിച്ച് പോയാൽ പാർട്ടി ഉണ്ടാവും. അല്ല, പുറത്തുള്ള ആളുകളുടെ പിന്തുണയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം. ഒരു പ്രതിസന്ധിയില്ല, ഒരു വോട്ട് പോലും അതുകൊണ്ട് എവിടെയും കുറയില്ല. ഈ അച്ചടക്കം ഇല്ലാത്ത നടപടിയാണ് അവർ സ്വീകരിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ പ്രാഥമികമായിട്ട് നിങ്ങളെ വിലയിരുത്തൽ എന്താ? ഒരു പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു പാർട്ടി അംഗം പരസ്യമായി പ്രതികരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും പൊതുരംഗത്തുള്ളവരല്ലേ. എപ്പോഴാണ് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് മറ്റു നടപടികളിലേക്ക് പോകും. പറഞ്ഞല്ലോ, അത് 100 വട്ടം പറഞ്ഞു. നൂർബിന റഷീദ് പിന്നെയും പറയുന്നത് വേറെ എന്തെങ്കിലും സബ്ജക്ട് ഉണ്ടോ? വനിതാ ലീഗിന്റെ നിലപാടാണെന്ന് പറയും. വനിതാ ലീഗിന്റെ നിലപാട് അതിന്റെ സംസ്ഥാന കമ്മിറ്റി പറയണം, അല്ലെങ്കിൽ അതിന്റെ ദേശീയ കമ്മിറ്റി പറയണം. ഏതെങ്കിലും വ്യക്തി വന്ന് പറഞ്ഞാൽ വനിതാ ലീഗിന്റെ നിലപാടല്ല. ഈ പേരാമ്പ്രയിലെ LDFന്റെ ഒരു അനൗൺസ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതായത് അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് അതിൽ വർഗീയമായ പരാമർശമുണ്ട് എന്ന നിലയിലാണ് UDF ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിൽ വർഗീയമായ നിലപാടില്ലേ? വർഗീയമായ അന്തചിത്രം ഉണ്ടാക്കാൻ കൽപ്പിച്ചു കൂട്ടി നടത്തിയൊരു പ്രചരണമാണ് എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾക്ക് മാത്രമല്ല. നേരത്തെ വടകരയിൽ ഷാഫിക്കെതിരെ കാഫർ സ്ക്രീൻ പ്രിന്റ് വന്നത് ഇതുപോലെയാണ്. ഇത് പരാജയം തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു കളിയാണ്. സത്യത്തിൽ BJPയെക്കാളും വർഗീയത ആളിക്കത്തിച്ച് 4 സീറ്റ് 3 വോട്ട് കൂട്ടാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി ജന്മനാ കൊണ്ടു നടക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി PM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും കൃഷ്ണപിള്ളയുടെയും AKGയുടെയും ഒക്കെ പാർട്ടി പിണറായിയിലേക്ക് എത്തിയപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് കേരളത്തിലെ ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ഇതിൻ്റെ ഞങ്ങൾ നിയമപരമായി നേരിടാൻ പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റ് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങളതിനെ ജനങ്ങളെ ബോധവാന്മാരാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരായ മനുഷ്യർ UDFന്റെ കൂടെ കൂടുതൽ പിന്തുണയോടുകൂടി നിൽക്കും. അതിനുള്ള ഒരു കാരണം കൂടിയാണ് ഇത്. വടകരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തരം ഈ മണ്ഡലങ്ങളിലൊക്കെ ഞങ്ങൾ വിജയിക്കും. ചെമ്മട്ടം വയലിൽ റോഡ് പണി നടക്കുന്നിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. അനാസ്ഥ കാരണം കൊടും വേനലിൽ വെള്ളമില്ലാതെ ദുരിതത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ്. ചെമ്മട്ടം വയൽ ആലയി റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് 2 ദിവസത്തേക്ക് വെള്ളമുണ്ടാവില്ല എന്ന് പറഞ്ഞ് കട്ടാക്കിയതാണ് വാട്ടർ അതോറിറ്റിയുടെ മെയിൻ പൈപ്പ് ലൈൻ. എന്നാൽ 6 ദിവസമായിട്ടും ഇതുവരെയായും വെള്ളമില്ല. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് അധികൃതർ പെരുമാറുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏകദേശം ഒരാഴ്ചകളായി പൈപ്പിൽ കിടക്കണം. കുടിവെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. 2 ദിവസത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്തതാണ്. ഏകദേശം ഇന്നേക്ക് ഒരാഴ്ചയായി. ഒരുപാട് പ്രദേശങ്ങളിലത്തെ വെള്ളം കൂടിയാണ് ഇപ്പം മുട്ടിയിട്ട്. ഒരു ദിവസം 2 ദിവസമാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ ഏകദേശം 6-7 ദിവസമായി. ചെമ്മട്ടം വയൽ, കൗവായി, കോയമ്മൽ, ആറങ്ങാടി, കോട്ടക്കുന്ന് ഒരുപാട് കുടുംബങ്ങളെ വെള്ളം കൂടി മുട്ടിയിട്ടുണ്ട്. ഇതിനാരും ഇതെന്നാണ് ഇന്നത്തെ അവസ്ഥ തീരുന്നത്. ശക്തമായൊരു ഇത് വേണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. പൈപ്പ് ലൈൻ പൊട്ടിയതോടെ പലരും വെള്ളമില്ലാതെ ഏറെ വലഞ്ഞു. ഒരു തവണ പൈപ്പ് ലൈൻ ശരിയാക്കിയെങ്കിലും വീണ്ടും പൊട്ടുകയായിരുന്നു. ഇനിയും അധികൃതരുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായാൽ ഈ കടും വേനലിൽ വെള്ളമില്ലാതെ ദുരിതത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ്. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനും ആണ്ട് മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
കാഞ്ഞങ്ങാട് ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനും ആണ്ട് മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. കൊഴക്കുണ്ട് ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വാർഷികാഘോഷം നടന്നു. വർണ്ണപ്പൊയിൽ എന്ന പേരിൽ നടന്ന വാർഷികാഘോഷം രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. കലാവിസ്മയത്തിന്റെ മേളമൊരുക്കി GHSS കാഞ്ഞിരപ്പൊയിലിന്റെ ആഘോഷരാവ്. വിദ്യാലയത്തിന്റെ 71ാം വാർഷികവും അധ്യാപകരായ കമല പുതിയപുരയിൽ, ശ്രീധരൻ P എന്നിവർക്കുള്ള യാത്രയപ്പ് ചടങ്ങും വിവിധ പരിപാടികളോടെയാണ് നടന്നത്. പ്രീ പ്രൈമറി കുട്ടികളുടെയും അംഗൻവാടി കുട്ടികളുടെയും കലാപരിപാടിയെ തുടർന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് മുകേഷിന്റെ അധ്യക്ഷതയിൽ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ A. രാജൻ സ്വാഗത ഭാഷണം നടത്തി. പ്രശസ്ത സാമൂഹിക സാംസ്കാരിക നാടക പ്രവർത്തകനായ രവി ഏഴോം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, വിദ്യാലയത്തിൻ്റെ ഇടത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവുന്നത് അങ്ങനെയാണ്. കാരണം ഞാനും നിങ്ങളൊന്നും പഠിച്ച, എൻ്റെ പ്രായത്തിലുള്ളവർ പഠിച്ചൊരു സ്കൂളല്ല ഇന്നത്തെ സ്കൂള്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു ബെഞ്ചിൽ 8 ആളാണ്, 8 ആള്. ഇപ്പുറത്തറ്റത്തിരിക്കുന്നവൻ ഹച്ച് എന്നാക്കിയാൽ അപ്പുറത്തോ മിറ്റത്താണ്. പിന്നെ ഓൻ എണീറ്റ് ഇങ്ങോട്ടൊരു ഉന്തുണ്ട്, ഈ ഉന്തിൽ ഈ ബെഞ്ച് പൊട്ടും. ആ ബെഞ്ചിന്മേലേക്കൂടെ നമ്മളിങ്ങനെ ടൗസർ ഇട്ടിരുന്ന് ഇറങ്ങും. ബെഞ്ചിൻ്റെ കാല് പൊട്ടിയാൽ അങ്ങനെ നിരങ്ങുന്ന സമയത്ത് നമ്മളെ ടൗസറിന് ആണി കൊളുത്തിയിട്ട് ഈ ഭാഗത്തൊരോട്ടയും ഈ ഭാഗത്തൊരോട്ടയും ഉണ്ടാവും വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ. പ്രധാനാധ്യാപിക ശ്രീകല റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ നിർവഹിച്ചു. വികസന സമിതി അംഗങ്ങളായ വിജയൻ, ബാലകൃഷ്ണൻ, PTA ഭാരവാഹികളായ വിജേഷ് K, മല്ലിക, വിവിധ ക്ലബ് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കമല ടീച്ചറുടെയും ശ്രീധരൻ മാഷിന്റെയും മറുപടി ഭാഷണത്തിനു ശേഷം ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി അനിതകുമാരി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ കലാവിസ്മയം വർണ്ണപ്പൊയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ കേരളത്തിലും BJP സർക്കാർ അധികാരത്തിൽ എത്തണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുള്ളേരിയയിൽ BJP തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ കേരളത്തിലും BJP സർക്കാർ അധികാരത്തിലെത്തണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുള്ളേരിയയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കൊടുത്തതിന് അപ്രൂവൽ വന്നത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. എന്തിനാണെന്നറിയാം? ഇയാളുടെ MP ഫണ്ടല്ല ഇയാൾ പാഴാക്കി കളയുകയാണ്, ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല ഫണ്ട് കൊണ്ട് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ വേണ്ടി. ഇങ്ങനൊരു അധമ സംവിധാനമാണ് ഇവിടുത്തെ ഭരണത്തിലുള്ളതെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് അർഹിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണമെങ്കിൽ കേരളത്തിൽ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA സഖ്യത്തിന് ലഭിക്കുന്ന കാലത്ത് മാത്രമാണ് അത് പൂർണ്ണമായിട്ട് സാധ്യമാകുന്നത്. ഞാൻ അതുപോലും അപേക്ഷിക്കുന്നില്ല. മാറ്റത്തിന് എപ്പോഴും തുടക്കം കുറിക്കണം. തുടക്കം കുറിക്കുന്നത് നമ്മൾ അടിവേരിൽ നിന്നാണ്. ഇങ്ങനെ ഉറച്ചുപോയ ഒരു അധമ ഭരണ രാഷ്ട്രീയ സമ്പ്രദായത്തിന്റെ വേര് നമ്മൾ ഇറക്കണം. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതുപോലെ പ്രധാനമാണ് ആർക്ക് വോട്ട് ചെയ്യരുത് എന്നതും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രവീശ തന്ത്രി കുണ്ടാർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണ്ണറിഞ്ഞ് പണിയെടുത്താൽ പൊന്നു വിളയുമെന്ന് തെളിയിക്കുകയാണ് കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടം കൃഷി സ്നേഹികൾ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അടമ്പിൽ വാർഡിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബല്ല വില്ലേജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ബല്ല കൃഷിക്കൂട്ടം തങ്ങളുടെ 3ാം വിളവെടുപ്പിന്റെ ആവേശത്തിലാണ്. ചെമ്മട്ടം വയൽ കുറ്റിക്കാൽ ബല്ല പാടശേഖരത്തിലെ കുറ്റിക്കാൽ വയലിൽ നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി മാറി. മണ്ണറിഞ്ഞു പണിയെടുത്താൽ പൊന്നു വിളയുമെന്ന് തെളിയിക്കുകയാണ് കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടം കൃഷി സ്നേഹികൾ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അടമ്പിൽ വാർഡിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബല്ല വില്ലേജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ബല്ല കൃഷിക്കൂട്ടം തങ്ങളുടെ 3ാം വിളവെടുപ്പിന്റെ ആവേശത്തിലാണ്. ചെമ്മട്ടം വയൽ കുറ്റിക്കോൽ ബല്ല പാടശേഖരത്തിലെ കുറ്റിക്കോൽ വയലിൽ നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി മാറി. പ്രവാസികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ മണ്ണ് കൈവിടാത്ത 23 പേരുടെ നിശ്ചയദാർഢ്യമാണ് ഈ വിജയത്തിനു പിന്നിൽ. സർക്കാർ ജീവനക്കാർ, IT പ്രൊഫഷണലുകൾ, പ്രവാസികൾ, വ്യാപാരികൾ എന്നിവർ കർഷകർക്കൊപ്പം തോളോട് തോൾ ചേർന്നാണ് വിത്തിട്ടത്. നാട്ടുകാരുടെ പരിപൂർണ പിന്തുണയും കൃഷിക്കൂട്ടത്തിനുണ്ട്. വെറും കൃഷി എന്നതിലുപരി പാടത്ത് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ തുടക്കം. വിഷുവിന് ബല്ല റൈസ് എത്തും. കഴിഞ്ഞ നവംബറിൽ നട്ട പൗർണമി ഇനം നെല്ലാണ് ഇപ്പോൾ കൊയ്ത്തിന് പാകമായത്. വിഷുവിന് വിഷരഹിതമായ തനി നാടൻ അരി മലയാളികളുടെ കൈകളിൽ എത്തിക്കുക എന്നതാണ് ഈ കൃഷിക്കൂട്ടത്തിന്റെ ലക്ഷ്യം. ബല്ല റൈസ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത അരിക്ക് വിപണിയിൽ വലിയ പ്രിയമാണുള്ളത്. ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്ത്തുത്സവം കണ്ണൂർ ഡിവൈഎസ്പി CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഉള്ള വയലുകൾ സംരക്ഷിക്കാനും അതിൽ കൃഷി ചെയ്യുവാനും അതിലൂടെ ആ പഴയ നന്മയെ കൊണ്ടുവരാനും നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ഈ ഉദ്യമം എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിവരാത്തൊരു കാര്യമാണ്. കാരണം ഇതിലൂടെ വരും തലമുറക്ക് കൂടി ഇത്തരം കൃഷി രീതികളെക്കുറിച്ച് പഠിക്കാനും ആ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു കാർഷിക സംസ്കൃതി നമുക്ക് തിരിച്ചെടുക്കുവാനും ഉള്ള വയലങ്ങളിൽ നമുക്ക് സംരക്ഷിച്ച് നിർത്താനും സാധിക്കട്ടെ. അതിന് നിങ്ങൾ ഈ കാണിക്കുന്ന ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മനോഹരമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. കൃഷിക്കൂട്ടം പ്രസിഡന്റ് P തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, KV രതീഷ്, A പ്രദീപ് കുമാർ, N ഗോപി, N മുരളി, മധു കവായി എന്നിവർ സംസാരിച്ചു. കൃഷിക്കൂട്ടം സെക്രട്ടറി M മനോജ് കുമാർ സ്വാഗതവും KV ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് പുതിയപുര തറവാട് 2027 നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി പുനഃപ്രതിഷ്ഠ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷിയാവാനെത്തി. അടോട്ട് പുതിയപുര തറവാട് 2027 നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി തറവാട് പൊട്ടൻ തെയ്യത്തിന്റെ പുനഃപ്രതിഷ്ഠയും പുതുക്കി പണിത തേങ്ങാക്കല്ലിന്റെ പ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. അതിനുള്ളിലേക്ക് അതിനോട് പോണ്ടേ?
ക്ഷേത്രസ്ഥാനികരുടെയും തറവാട്ടംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 8 വർഷം മുൻപ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോർഫ് കെറ്റൽ കെമിക്കൽസ് കമ്പനിയുടെ സഹായത്താൽ തൃക്കരിപ്പൂർ ഫോക്ലാൻഡ് മുൻകൈയെടുത്ത് മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച മിയാവാക്കി ദേവവനത്തിന്റെ വളർച്ച കാണുന്നതിന് മഹാരാഷ്ട്ര സ്വദേശികളായ സന്തോഷ് ജദ്ഗാന, പ്രൊഫസർ നാഗേഷ് തക്കാലെ, ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ, രാകേഷ് രാമചന്ദ്രൻ എന്നിവരുടെ സ്ഥാപക സംഘങ്ങൾ സന്ദർശനം നടത്തി. 8 വർഷം മുൻപ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോർഫ് കെറ്റൽ കെമിക്കൽസ് കമ്പനിയുടെ സഹായത്താൽ തൃക്കരിപ്പൂർ ഫോക്ലാൻഡ് മുൻകൈയെടുത്ത് മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച മിയാവാക്കി ദേവവനത്തിന്റെ വളർച്ച കാണുന്നതിന് മഹാരാഷ്ട്ര സ്വദേശികളായ സന്തോഷ് ജദ്ഗാനെ, പ്രൊഫസർ നാഗേഷ് തക്കാലെ, ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ, രാകേഷ് രാമചന്ദ്രൻ എന്നിവരുടെ സ്ഥാപക സംഘങ്ങൾ സന്ദർശനം നടത്തി. We should add a forest soil in that. So Miyawaki flourish. So Miyawaki having a close association with the natural forest. So Kerala, this area having a large natural forest. So that's why this Miyawaki is flourished. Okay. We have not added here any forest soil. No. But it's original. That's why the success goes to the tall trees. അവർ കണ്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു മിയാവാക്കി വനമാണ് എന്നാണ് അവർ പറയുന്നത്. ഇതൊരുപക്ഷെ ആളുകൾക്ക് നാളെ പഠിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു മാതൃകയായിട്ട് ഈ മിയാവാക്കി മാറട്ടെ എന്നുള്ള ആശംസയാണുള്ളത്. 8 വർഷത്തിന് മുമ്പേ തുടങ്ങിയ കേരളത്തിലെ ഒരുപക്ഷെ ഫോക്ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ആദ്യം ചെയ്ത മിയാവാക്കിയാണ്. നല്ല വിജയമാണ്. ഇതിൻ്റെ കാടുകളുടെ ഈ മരങ്ങളുടെ വളർച്ചയും അതൊരു കാടായിട്ട് രൂപം കൊണ്ടതുമൊക്കെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ക്ഷേത്രത്തിന് മുൻവശത്തായി പേരാൽ, അരയാൽ തുടങ്ങിയ തണൽ മരങ്ങളും പതിമുഖം, ഞാവൽ തുടങ്ങിയ അവൻ മരങ്ങളും ചൂട്ടപ്പന, അശോകം തുടങ്ങിയ ഇടത്തരം മരങ്ങളും ദന്തമാല, പാണൽ തുടങ്ങി 2 സെന്റ് സ്ഥലത്ത് 58 ഇനങ്ങളിലായുള്ള 394 വനങ്ങളാണ് ദേവാലയത്തിലുള്ളത്. പ്രകൃതി സംരക്ഷണം, പക്ഷികളുടെ ആവാസ വ്യവസ്ഥ, ശുദ്ധവായു ലഭ്യമാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് ദേവവനം സ്ഥാപിച്ചത്. ക്ഷേത്രാംഗങ്ങളുടെ കൃത്യമായ പരിപാലനത്തിലൂടെ മികച്ച വളർച്ചയിൽ സന്ദർശകർ സന്തോഷം രേഖപ്പെടുത്തി. AV കൃഷ്ണൻ, M സജിത്, പനക്കൂൽ കൃഷ്ണൻ, സിനിമാ താരം തമ്പായി അമ്മ, സുരേഷൻ മോനാച്ച, P നാരായണൻ, M നാരായണൻ തുടങ്ങിയ ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സന്ദർശകരെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിജയോത്സവവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 80ാം വാർഷികാഘോഷവും 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് MS ശുഭലക്ഷ്മി ടീച്ചർക്കുള്ള യാത്രയപ്പും ഈ അധ്യയന വർഷത്തിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയ 60ഓളം വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങും വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് കവിയും എഴുത്തുകാരനും സിനിമാ താരവുമായ ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന്റെ പ്രവർത്തന വ്യാപ്തി ഒരു സംസ്കാരത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയ അധ്യാപകരെയാണ് നാം ആരംഭിക്കുന്നത് എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ആരാണ് അധ്യാപകർ? ഗുരു. അവർ ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശമുള്ളവരാണ്. ആരാണ് ഗുരു? അത് ഇരുട്ടിനെ മാറ്റുന്ന ഗു എന്ന് പറഞ്ഞ അന്ധകാരമാണ്. അതിനെ മാറ്റുന്ന പ്രകാശം. അപ്പോൾ ഒരു സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപകരായ M കുഞ്ഞമ്പു പൊതുവാൾ, V കൃഷ്ണൻ, SMC ചെയർമാൻ NK വിനീഷ്, മദർ PTA പ്രസിഡന്റ് M സുജിത, പിന്നണി ഗായിക രജിത സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് N ദിനേശൻ, PTA അംഗം P മോഹനൻ, സ്റ്റാഫ് സെക്രട്ടറി T സ്മിത, ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് M ഗീത എന്നിവർ സംസാരിച്ചു.
സ്കൂൾ പ്രിൻസിപ്പൽ CV അരവിന്ദാക്ഷൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് KV ഷീബ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. ക്രൂരമായി മർദ്ദിച്ചെന്ന് കുട്ടിയുടെ മൊഴി. അയൽവാസി മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറി. രണ്ടാനച്ഛനായ ഷൌക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. JJ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വിധി നിർണയിക്കുക 85,587 കന്നി വോട്ടർമാർ. മഞ്ചേശ്വരത്താണ് ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. യേശുദേവന്റെ പീഠാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ നന്മയ്ക്കായി സ്വയം ബലിയായ ക്രിസ്തുദേവന്റെ കുരിശിലേറ്റലിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. വസ്തുനികുതി പിരിവിൽ ചരിത്ര നേട്ടവുമായി കാസർഗോഡ് നഗരസഭ. ഈ സാമ്പത്തിക വർഷം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. നൂർബിന റഷീദിന്റെ പ്രസ്താവന പാർട്ടി അച്ചടക്ക വിരുദ്ധമെന്ന PMA സലാം. ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ച നോട്ടീസ് അയക്കും. മാധ്യമങ്ങളോട് വിശദീകരിച്ചതിന് പാർട്ടി മറുപടി പറയേണ്ടതില്ലെന്നും PMA സലാം പറഞ്ഞു. ചെമ്മട്ടം വയലിൽ റോഡ് പണി നടക്കുന്നിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. അനാസ്ഥ കാരണം കൊടും വേനലിൽ വെള്ളമില്ലാതെ ദുരിതത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ്. കാഞ്ഞങ്ങാട് ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനും ആണ്ട് മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.